தமிழ்நாடு சீஃப் மினிஸ்டர் ഗംഭീര അഭിനയം ரொம்ப തിയേറ്റർ വന്ന് പാർക്കണം ரொம்ப നല്ല പടം. കിൻഡൽ ഇടി എന്ന് പറയുന്നതാണ് കാരണം വിജയ് സാറിന് ഇടിയാണ് ഇടി എന്ന് പറഞ്ഞു. നമ്മൾ സരിത തിയേറ്റർ വെച്ച് കൊണ്ട് അമിതമായിട്ട് ഫോട്ടോ എടുത്താൽ ഫോട്ടോ മിസ്സായി പോയി. ഞാനൊന്ന് കാരണം ഈ സ്റ്റെൻഡ് കണ്ടിട്ടൊരു ആവേശമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കൈവച്ചു എന്ന് വെച്ചാൽ നമ്മളാ ഇടി ഫൈറ്റ് ഒരു ഇടിക്കൊക്കെ തെറിച്ചു പോകണം. ഇതൊക്കെയാണ് കിൻഡൽ ഇടി എന്ന് പറഞ്ഞത്, മനസ്സിലായില്ലേ? കിൻഡൽ ഇടി എന്ന് പറയുന്നതാണ് മനസ്സിലായത് കാരണം വിജയ് സാറിന് ഇടിയാണ് ഇടി എന്ന് പറഞ്ഞു. പിന്നെ സോൾജിയർ ബോബിഡിയോൾ സാർ, കാരണം പണ്ട് ഞാൻ ജിമ്മായിരുന്നു, ഇപ്പൊ ഇച്ചിരി കുറച്ചു പണ്ടത്തെ കാര്യമാണ്. അപ്പൊ ആ ഒരു ബോബി ഡിയോൾ സാറിനെ കണ്ടിട്ടാണ്, ഗുപ്തൊക്കെ കണ്ടിട്ടാണ് ഞാൻ ജിമ്മിൽ പോയത്. ഇതൊക്കെ ചെയ്തു. എന്തായാലും ഞങ്ങൾ തൂക്കി സിനിമ തൂക്കി. അപ്പൊ എന്തായാലും ഹിറ്റോട് ഹിറ്റ് ജനനായകൻ ജനപ്രിയനായി ഞാൻ പറയുകയാണ്. ജനനായകൻ കാണും ജനപ്രിയനായി. ഇതിനകത്ത് ലാസ്റ്റ് ഒരു ഇത് പറയുന്നുണ്ട്, എന്താ കയ്യിൽ വരുന്ന ആ ഒരു ഇലക്ഷന്റെ ഒരു ഇത് അല്ലെ, ജനങ്ങൾക്ക് ഇതായിട്ട്. പിന്നെ അതുമാതിരി മതപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ബോബി ഡിയോൾ സാറ് ലെവലാണ്. എന്തായാലും തമിഴ്നാട് മുതലമത്സരത്തിൽ വാഴ. ഓക്കെ, താങ്ക് യു വെൽക്കം. സൂപ്പറായിട്ട് അഭിനയിച്ചു. അഭിനയിച്ച എല്ലാ സിനിമകളും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. എനിക്കും അതിനേക്കാളും വലിയ ഫേവറേറ്റ് ആണ്. ഇല്ല, ഇതാണ് ബെറ്റർ സമയം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇലക്ഷന് മുന്നേ ഇറങ്ങുന്നതിനേക്കാളും നല്ലത് ഇപ്പം ഇറങ്ങിയതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളം അറിയാമല്ലോ, അപ്പോൾ ആൾക്കാരുടെ ആ ഒരു മെൻറ്റാലിറ്റി ശരിയല്ലാത്തത് കൊണ്ട് ഇപ്പം ഇറങ്ങുന്നതാണ്. അവർ തീരുമാനിച്ച തീരുമാനം ഇപ്പോഴാണ് ബെറ്റർ, കറക്റ്റ് എനിക്ക് തോന്നുന്നത്. കാരണം സിനിമ കണ്ടതിൽ വെച്ച് മനസ്സിലായത് അങ്ങനെയാണ്. ഇപ്പോഴാണ് കറക്റ്റ് ടൈമിങ്. പിന്നെ അത് കോടിക്ക് കോടി മേലെ അടിക്കട്ടെ എന്ന് ഭയങ്കര രസമായിട്ട് പുള്ളിക്കാരെ ഡീൽ ചെയ്യുന്നു. അമിത ഭയങ്കര ഗ്രേറ്റ് ആയിരുന്നു. പിന്നെ സെക്കൻഡ് ആക്ട് ഫിലിം ആണ് ശരിക്കും പീക്കായിരുന്നു. തേർഡ് ആക്ട് നമുക്കറിയാം. ഭഗവാൻ കേസരി കാണാത്തവർക്ക് ഈ സിനിമ ഭയങ്കര ഫ്രഷ്നെസ് അതല്ലേ നമ്മുടെ വിജയുടെ രാഷ്ട്രീയ പാർട്ടിയെ പ്രോപ്പർ പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡ തന്നെയാണ്. പ്രോപ്പർ പൊളിറ്റിക്കൽ. വിജയന്റെ ലാസ്റ്റ് പടം കണ്ടപ്പോൾ കരച്ചിൽ വന്നോ? അല്ല, നമ്മൾ ഇനി പടം വരുമെന്ന് പ്രതീക്ഷയോടെ നിൽക്കുകയാണ്. കാരണം ലാസ്റ്റ് പടം എന്ന് പറയാൻ പറ്റില്ല. മന്ത്രിയായെങ്കിലും ഇനി പടം വരണമെന്നാണ് ആഗ്രഹം. എന്തായാലും വിജയ് സാറിൻ്റെ പെർഫോമൻസ് ഗംഭീരമാണ്. പിന്നെ എടുത്ത് പറയേണ്ട പ്രകാശ് രാജ് ആണെങ്കിലും നരയനാണെങ്കിലും ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് വരുന്നുണ്ട്. ത്രൂ ഔട്ടുണ്ട്. ക്വസ്റ്റ്യൻ പോർഷൻ ഉണ്ടെങ്കിലും രസകരമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മമിത ബൈജുവിനെ സമ്മതിക്കണം. കാരണം കേരളത്തിൽ നിന്നും മലയാളത്തിൽ നിന്നും തമിഴിൽ പോയിട്ട് ഇത്ര ഒരു പെർഫോമൻസ്. കാരണം മമിതയ്ക്ക് എനിക്ക് ഒരേ പറയുള്ളൂ. കാരണം ഞാൻ ഗൂഗിളിൽ കയറി നോക്കിയപ്പോൾ മമിതയുടെ പ്രായം 25 വയസ്സ് ഞെട്ടിപ്പോയി. കാരണം എൻ്റെ പ്രായത്തിലൊരു കേരളത്തിൽ നിന്നൊരു കുട്ടി തമിഴ്നാട്ടിൽ തമിഴിലെ ഏറ്റവും വലിയ നടൻ്റെ അഭിനയിക്കുക, അതൊക്കെ രസകരമായിട്ട് തോന്നി. കാരണം നമ്മൾ സരിത തിയേറ്റർ വെച്ച് കൊണ്ട് മമിതയായിട്ട് ഫോട്ടോ എടുത്താൽ ഫോട്ടോ മിസ്സായി പോയി. പക്ഷേ ഒരു എന്താ പറയുക, അൺപ്രഡിക്റ്റബിൾ ആയിപ്പോയി കണ്ടപ്പോൾ ആ സംഭവം കണ്ടപ്പോഴേ. കാരണം ആ ഫൈറ്റും ആ ഒരു വളർത്തു മകളായിട്ട് അഭിനയിക്കുന്നത് കണ്ടപ്പോൾ ഒരു എന്താ പറയുക, എനിക്കൊരു സിസ്റ്റർ ഉണ്ട്. അപ്പോൾ ആ ഒരു ബോണ്ടിങ് എനിക്ക് മനസ്സിലാവുള്ളൂ. കാരണം സ്വന്തം പെങ്ങളെപ്പോലെ കാണുന്നൊരു വളർത്തച്ഛനായിട്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ റിയൽ ലൈഫിൽ എനിക്ക് ഒരു ആൻമരി എന്ന് പറയുന്ന സിസ്റ്റർ ഉണ്ട്. കാരണം പുള്ളിക്കാരത്തി പഞ്ചായത്ത് പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു കണക്ഷൻ എനിക്ക് കറക്റ്റായിട്ട് വന്നു. കാരണം എല്ലാവർക്കും ആ ഒരു കണക്ഷനില്ല. കാരണം പലരും പറയുമെങ്കിലും സ്വന്തമായിട്ട് സ്വന്തം രക്തത്തിൽ ഒരു പെങ്ങളെല്ലാം എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. കറക്റ്റല്ലേ? അപ്പോൾ എൻ്റെ കൂടെ നടക്കുന്ന എല്ലാവർക്കും ഒന്നും സ്വന്തമായിട്ടൊരു സിസ്റ്റർ ഇല്ല. പക്ഷേ എനിക്കൊരു സിസ്റ്റർ ഉള്ളതുകൊണ്ട് സിസ്റ്ററിനെ നമ്മൾ റിയലി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല. കാരണം എനിക്ക് വേണമെങ്കിൽ ശ്രമിക്കും. പക്ഷേ ഒരു സിസ്റ്റർ ബോണ്ടിങ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ജനനായകൻ ഇഷ്ടപ്പെടും. നല്ലൊരു സിനിമയാണ്. ഫാമിലി ഇമോഷണൽസ് ആണ്. റൊമാൻറ്റിക് സീക്വൻസ് ഒക്കെ ഉണ്ട്, പാട്ടുകളുണ്ട്, സ്റ്റണ്ടുണ്ട്, ആക്ഷൻ ഉണ്ട്, എന്താ പറയുക, കത്തി കൊണ്ടുള്ള ഫൈറ്റും കാര്യങ്ങളും, ജയിൽ സ്റ്റണ്ട് എല്ലാം കൊണ്ടും വ്യത്യസ്തം പറഞ്ഞൊരു സിനിമ തന്നെയാണ്. ഒരു 2.25 മണിക്കൂർ 3 മണിക്കൂർ അടുത്ത് ഉണ്ടെന്ന് തോന്നുന്നു. 3 മണിക്കൂർ സിനിമയുണ്ട്. എന്തായാലും തിയേറ്ററിൽ കാണും. ഞാൻ പറഞ്ഞ നല്ലൊരു സന്ദേശം നൽകുന്നുണ്ട് ഈ സിനിമയിൽ. പിന്നെ നമുക്ക് ഒരുപാട് MGR ഉണ്ട്. കാരണം പാലക്കാട് നമ്മുടെ കേരളത്തിൻ്റെ, അദ്ദേഹം തമിഴ്നാട്ടിൽ പോയിട്ട് ഇതേപോലെ ജനങ്ങളെ കയ്യിലെടുത്ത്. കാരണം അദ്ദേഹത്തിൻ്റെ ഭരണത്തിലൂടെ ഫൈറ്റ് കാര്യങ്ങളൊക്കെ പിന്നെ ഒന്നും പറയാനില്ല. വിജയുടെ ഒന്നും പറയാനില്ല. കാരണം ഫൈറ്റും ഡാൻസും ഒക്കെ ജനങ്ങൾക്ക് ഇപ്പോഴും, അതായത് കൊച്ചി എത്ര വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് എന്നാൽ നല്ല രോമാഞ്ചം വരുന്ന ഇത്. പിന്നെ ഇംഗ്ലീഷ് സിനിമയെ വെല്ലുന്നത് അതിൽ കൂടെ മികച്ചതായിട്ട് എടുത്തിട്ടുണ്ട്. അനിരുദ്ധിൻ്റെ സംഗീതമൊക്കെ